കർദിനാൾമാരുടെ കോൺക്ലേവ് നടക്കുകയായിരുന്നു പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താൻ. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ കുഴലിൽ നിന്നിപ്പോൾ കറുത്ത പുകയാണ് വന്നിരിക്കുന്നത്. അതായത് മാർപ്പാപ്പയെ ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. പി ജെയിംസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പി കറുത്ത പുകയാണ് വരുന്നത്. ഇന്നത്തെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഒരു റൗണ്ട് വോട്ടെടുപ്പിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പുതിയ വിവരങ്ങൾ പി റീജിത്തെ ഇപ്പോൾ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായി സിസ്റ്റൈൻ ചാപ്പലിൽ 133 കർദിനാൾമാർ കൂടി ആദ്യ റൗണ്ട് വോട്ടെടുപ്പ് നടത്തി. എന്നാലും കറുത്ത പുകയാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 133 കർദിനാളന്മാരിൽ 89 കർദിനാൾമാരുടെ വോട്ട് ലഭിച്ചാൽ മാത്രമേ ഒരാൾ മാർപ്പാപ്പയാകുള്ളൂ. അപ്പോൾ അത്രയും 2/3 ഭൂരിപക്ഷം ആർക്കും ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുന്നു. ഇത് സമയം നീണ്ടുപോയപ്പോൾ ഒരു പക്ഷേ വെളുത്ത പുക വരുമോ എന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ കറുത്ത പുകയാണ്. സാധാരണ ഒന്നാം റൗണ്ടിൽ തിരഞ്ഞെടുക്കപ്പെടാറില്ല. കാരണം ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേർക്ക് വോട്ടുകൾ വീഴാം. ആദ്യം കൂടുതൽ വോട്ട് ആർക്ക് ലഭിച്ചു എന്ന് അറിയുന്നതനുസരിച്ച് നാളെയും മറ്റന്നാളും നിർണായകമായിരിക്കും. ഇന്ന് ഒരു റൗണ്ട് വോട്ടെടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കറുത്ത പുക വരുന്നു എന്ന് വെച്ചാൽ 2000 വർഷത്തെ പാരമ്പര്യത്തിൽ 267ാമത്തെ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ ആദ്യ റൗണ്ടിൽ കഴിഞ്ഞിട്ടില്ല. നേരത്തെയും ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തപ്പോഴും അതുപോലെ തന്നെ ബെനഡിക്ട് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തപ്പോഴും കൂടുതൽ റൗണ്ട് വോട്ടിംഗ് വേണ്ടി വന്നിരുന്നു. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടന്നു. എന്തായാലും ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ പുതിയ മാർപ്പാപ്പയെ കണ്ടെത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട സാധ്യത പേരുകൾ പറഞ്ഞിരുന്നത് ഫിലിപ്പിനോ, ഏഷ്യയിലെ ആദ്യത്തെ പോപ്പ് അല്ലെങ്കിൽ പോപ്പ് ഫ്രാൻസിസിൻ്റെ ഏഷ്യയിലെ ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന ലൂയിസ് ആന്റോണിയോ ടാഗ്ലെ, അതുപോലെ തന്നെ വത്തിക്കാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായ പിയറി പെറോളിൻ, അതുപോലെ ബ്ലാക്ക് പോപ്പ് എന്ന പേരിലൊക്കെ അറിയപ്പെടാൻ പോകുന്ന പീറ്റർ ടർക്സൺ, ഖാന, അതുപോലെ തന്നെ കർദിനാൾ സൂപ്പി ഇറ്റലി, ഇതിങ്ങനെ പ്രധാനപ്പെട്ട പീറ്റർ എർദോ ഹംഗറി തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾക്കാണ് മുൻതൂക്കമുണ്ടായിരുന്നത്. എന്തായാലും പുരോഗമനവാദികളും യാഥാസ്ഥികരും തമ്മിൽ ഒരു ആശയ സംഘർഷമുള്ളതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും കറുത്ത പുക ഇപ്പോൾ 12:30 മണി ഇവിടെയായി. അവിടെ ഏതാണ്ട് 3.5 മണിക്കൂർ പിറകിലാണ് ഇറ്റലിയിൽ റോമിൽ. കൃത്യമായിട്ട് അതിൻ്റെ ഇത് പുറത്തു വന്നിരിക്കുന്നു. കറുത്ത പുകയാണ്. വെളുത്ത പുക വരുന്നതുവരെ തിരഞ്ഞെടുപ്പുണ്ടാവും എന്ന് മാത്രമല്ല റീജിത്ത്, നാളെ 4 റൗണ്ട് വോട്ടെടുപ്പുണ്ട്. ഇറ്റാലിയൻ സമയം രാവിലെ എന്ന് വെച്ചാൽ ഇന്ത്യൻ സമയം ഏതാണ്ട് ഉച്ചയ്ക്കായിരിക്കും. ഒരു 12:30 ആയിരിക്കും ആദ്യ വോട്ടെടുപ്പ് നടക്കുക. അത് കഴിഞ്ഞാൽ അവിടുത്തെ മോർണിംഗിൽ രണ്ടാമതൊരു വോട്ടെടുപ്പ് കൂടി നടക്കും. ഇത് കഴിഞ്ഞാൽ ഇറ്റാലിയൻ സമയം ഉച്ച കഴിഞ്ഞാണ് മറ്റു 2 വോട്ടെടുപ്പുകൾ നടക്കുക. അത് ഇന്ത്യൻ സമയം ഈവനിങ് സായാഹ്നത്തിലായിരിക്കും. ചിലപ്പോൾ രാത്രി 4ാമത്തെ വോട്ടെടുപ്പ് രാത്രിയിലായിരിക്കും നടക്കുന്നത്. 2ാം ദിവസത്തെ 4ാമത്തെ വോട്ടെടുപ്പിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്വാഭാവികമായിട്ടും നാളെ നിർണായക ദിനമാണ്. കാരണം ഇപ്പോൾ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ 1-2 കർദിനാളന്മാർ ചുറ്റിപ്പറ്റിയായിരിക്കും നാളെ വോട്ടെടുപ്പ് നടക്കുക. അതുകൊണ്ട് തന്നെ നാളെ പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ കടുംപിടുത്തത്തിൽ പോവുകയാണെങ്കിൽ, കാരണം 3-1 മെത്രാന്മാർ ഒരേ നിലപാടെടുക്കുകയും അവരെ വോട്ട് ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്താൽ 3-2 ഭൂരിപക്ഷം ആർക്കും കിട്ടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ 3ാം ദിവസത്തേക്ക് നീണ്ടുപോകാം. 3ാം ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയും ഇതുപോലെ 4 റൗണ്ട് വോട്ടെടുപ്പുണ്ടാവും. രാവിലെ 2 റൗണ്ട് ഇറ്റാലിയൻ സമയം രാവിലെ 2 റൗണ്ട് വോട്ടെടുപ്പ്, അത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക്. അതുപോലെ ഇന്ത്യൻ സമയം ഈവനിങ്ങിൽ വീണ്ടും 2 റൗണ്ട്. അങ്ങനെ 4 റൗണ്ട് വോട്ടെടുപ്പ് വെള്ളിയാഴ്ചയും ഉണ്ടാവും. ഇങ്ങനെ 3 ദിവസം പിന്നിടുമ്പോൾ 9 റൗണ്ട് വോട്ടെടുപ്പാവും. അതിനുള്ളിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്താൽ ഈ റൗണ്ടൊന്നും ഉണ്ടാവില്ല. എവിടെ വെച്ച് തിരഞ്ഞെടുക്കുന്ന അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. വെളുത്ത പുക വരും. ഈ പുക വരുന്നത് തന്നെ വലിയ രസമാണ് റീജിത്തെ. കാരണം ഇവർ വോട്ട് ചെയ്യുന്ന ബാലറ്റിൽ കെമിക്കൽ ഇട്ടാണ് അത് കത്തിക്കുന്നത്. പൊട്ടാസ്യം ക്ലോറേറ്റ് ആണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന 2 കെമിക്കൽസ് കൂടിയുണ്ട്. അതുകൂടി ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കറുത്ത പുക വരുന്നത്. വെളുത്ത പുകയാണെങ്കിൽ പൊട്ടാസ്യം ക്ലോറേറ്റ് തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ലാക്ടോസ് അടക്കമുള്ള റോസ്പിൻ അടക്കമുള്ള ഇത് ഉപയോഗിക്കുമ്പോഴാണ് വെളുത്ത പുക വരുന്നത്. അപ്പോൾ പൊട്ടാസ്യം ക്ലോറേറ്റ് 2 ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ വെളുത്ത പുക വരാനായിട്ട് ഈ ലാക്ടോസും അതിന് റോസ്പിൻ അടക്കമുള്ള കെമിക്കൽസ്
ഉപയോഗിക്കുന്നുവെന്നാണ് ഇത് ചെയ്യുന്നത്. അത് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള, നേരത്തെ ഇത്രയും ഇതായിട്ടുള്ളത് ഉണ്ടായില്ലായിരുന്നു. 2005 മുതൽ വേറൊരു കാര്യം കൂടിയുണ്ട്. പുതിയ മാർപ്പാപ്പയെ കണ്ടെത്തിയാൽ വെളുത്ത പുക വരിക മാത്രമല്ല, പള്ളിമണി, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പള്ളിമണി നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പള്ളിമണി അടിച്ചിട്ടില്ല, കറുത്ത പുക കണ്ടു. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി, പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ടില്ല. പുതിയ മാർപ്പാപ്പ ഇനി നാളെ അവിടുത്തെ ഇറ്റാലിയൻ സമയം രാവിലെ, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് നടക്കുന്ന 2ാമത്തെ റൗണ്ട്, അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ 3ാമത്തെ റൗണ്ട്, 4ാമത്തെ റൗണ്ട്, 5ാമത്തെ റൗണ്ട് വരെ നാളെ പോകും. കാരണം ഇന്നൊരു റൗണ്ട് കഴിഞ്ഞു, പിന്നെയും 4 റൗണ്ട് കൂടി. ഇത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ 4ാം ദിവസം ഹോളിഡേ ആണ്. തിരഞ്ഞെടുത്തില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായി നീട്ടിവെക്കുന്നു. പിന്നീട് 5ാം ദിവസം മുതൽ 7 റൗണ്ട് വോട്ടെടുപ്പായിരിക്കും ഒരു ദിവസം ഉണ്ടാവുക. അപ്പോൾ അതിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. നാളെ മറ്റന്നാളായിട്ട് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനാണ് സാധ്യത. എന്തായാലും കറുത്ത പുക കണ്ടിരിക്കുന്നു. പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 140 കോടി വരുന്ന കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, ശ്രീജിത്തെ, BBC അടക്കമുള്ളവരൊക്കെ 1.5 മണിക്കൂറായിട്ട് പുകക്കുഴലും കാണിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. CNN, അതുപോലെ തന്നെ വേൾഡ് മീഡിയ മുഴുവൻ, വത്തിക്കാൻ റേഡിയോ ന്യൂസ് അടക്കം സകലരും. 4000 ജേർണലിസ്റ്റുകളാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിൽ പങ്കാളിയാവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും പുതിയ മാർപ്പാപ്പയെ നാളെയോ മറ്റന്നാളോ തിരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീജിത്ത്. ശരി, പേപ്പൽ കോൺക്ലേവിൻ്റെ ആദ്യ ദിനം കർദിനാൾമാർക്കിടയിൽ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആദ്യ ദിനത്തിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകളിൽ നിന്ന് കറുത്ത പുകയാണ് വന്നത്. അതിനർത്ഥം ഇന്ന് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകും. നാളെ 4 റൗണ്ട് വോട്ടെടുപ്പിലേക്കാണ് കടക്കുന്നത്. ആകാംക്ഷയോടുകൂടി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ കാത്തിരിക്കുകയാണ് ലോകമൊന്നാകെയുള്ള വിശ്വാസികൾ. ഇന്നും അവിടെ സിസ്റ്റൈൻ ചാപ്പലിന് മുന്നിൽ വിശ്വാസികളുടെ വലിയ കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഈ പുകക്കുഴലിൽ നിന്ന് ഏത് കളറുള്ള പുകയാണ് വരിക എന്ന് അതറിയാൻ ആകാംക്ഷയോടുകൂടി അവർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കറുത്ത പുകയാണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം മാർപ്പാപ്പയെ ഇന്ന് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പി ജെയിംസ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.